എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഈ മണ്ഡലക്കാലത്ത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം സമ്പൂർണമായിട്ട് 41 ദിവസം കൊണ്ട് പാരായണം ചെയ്യുകയും അതിൻ്റെ ചെറിയ ഒരു സാരം പറയുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഭാഗവതത്തിലേക്ക് ഒരു രുചി ഉണ്ടാകുവാനായിട്ടാണ് ഈ മാഹാത്മ്യം. പക്ഷെ മാഹാത്മ്യം പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല, അതിനുള്ള അവസരവും ലഭിക്കാറില്ല. ആ ഒരു കുറവ് നികത്തി ഇതിൻ്റെ രുചി എന്താണ് എന്ന് ആദ്യമായിട്ടൊന്ന് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രമം കുട്ടികൾ നടത്തുന്നത്. വലിയ മഹാഭാഗ്യം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയതിന്. അവരോട് ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും എല്ലാ കുട്ടികളും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അതിന് കുട്ടികളെ ആ മനസ്സിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ പാരൻസും ഇതിനു വേണ്ടി കുട്ടികളെ ഒരുക്കുന്നതിന് എല്ലാ ദിവസവും അവർക്ക് മൊബൈൽ കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഇതിന് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കിയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. ആ കുട്ടികൾ ഇന്ന് 8ാം ദിവസമായ ഇന്ന് 2ാം അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം മുതൽ 24ാമത്തെ ശ്ലോകം വരെ പാരായണം ചെയ്യുകയും ചെറിയ രീതിയിൽ സാരം പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് പാർവതി ആണ് ഈ ഭാഗം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മുടെ കുഞ്ഞുമോൾ സാൻവിക്കുട്ടി ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയിലെ കുറച്ചു വരികളും കുഞ്ഞു ചൊല്ലുന്നുണ്ട്. 2 കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ വളരെ റെഗുലറാണ്. പാർവതി വളരെ സീനിയർ കുട്ടിയാണ്, നല്ല രീതിയിൽ എല്ലാം കൈകാര്യം ചെയ്യുന്ന വളരെ മിടുമിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വാമിയാർ മഠത്തിന്റെ ഒരു അഭിമാനം തന്നെയാണ് പാർവതി. ഏറ്റവും സന്തോഷത്തോടു കൂടി പാർവതിയെ ആദ്യമായിട്ട് പ്രോഗ്രാമിലേക്ക് അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യേതോന്വയാതി തരതഃ ചാർത്ഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃതായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാ യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം ശുകുമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോപിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി.
യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപതക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തത്കതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭു നിർമായശേദേ യദമൂഷു പൂരുഷ ഭൂങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലങ്കൃശിഷ്ട ഭഗവാൻ വചാംസി മേ. ഇന്ന് ഞാനിവിടെ ചൊല്ലുന്നത് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ 2-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളാണ്. കലിനാ സദൃശ്യ കോപി യുഗോ നാസ്തി വരാനനെ തസ്മിൻ ത്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. അന്യധർമാം തിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തദാ നാഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. ത്വതന്വിതാശ്ച യേ ജീവ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയം കൃഷ്ണമന്ദിരം. യേഷാം ചിത്തേ വസേത് ഭക്തി സർവദാ പ്രേമരൂപിണി ന തേ പശ്യന്തി കീനാശം സ്വപ്നേപ്യമലമൂർത്തയഃ. ന പ്രേതോ ന പിശാചോ വാ രാക്ഷസോ വാസുരോപി വാ ഭക്തിയുക്തമനസ്കാനാം സ്പർശനേന പ്രഭുർഭവേത്. ന തപോഭിർന വേദൈശ്ച ന ജ്ഞാനേനാപി കർമ്മണ ഹരിർഹി സാധ്യത്തെ ഭക്ത്യാ പ്രമാണം തത്ര ഗോപികാഃ. നൃണാം ജന്മസഹസ്രേണ ഭക്തൗ പ്രീതിർഹി ജായത്തെ കലൗ ഭക്തി ഭക്ത്യാ കൃഷ്ണ പുരസ്ഥിതഃ. ഭക്തിദ്രോഹകരായേ ച തേ സീതന്തി ജഗത്രയേ ദുർവാസാ ദുഃഖമാപന്ന പുരാ ഭക്തിവിനിന്ദകഃ. അലം വ്രതൈരലം തീർത്ഥൈ അലം യോഗൈരലം മഖൈ അലം ജ്ഞാനകഥാലാപൈ ഭക്തിരേകൈവ മുക്തിതാ. സൂത ഉവാച ഇതി നാരദ നിർണീതം സ്വമാഹാത്മ്യം നിശമ്യ സ സർവാംഗപുഷ്ടി സംയുക്ത നാരദം വാക്യമബ്രവീത്. ഭക്തിരുവാച അഹോ നാരദ ധന്യോസി പ്രീതിസ്തേ മയി നിശ്ചല ന കഥാചിദ് വിമുഞ്ചാമി ചിത്തേ സ്ഥ്യാസ്യാമി സർവദാ. കൃപാലുനാ ത്വയാ സാധോ മദ്ബാധാദ്വംസിതാക്ഷണാത് പുത്രയോ ചേതനാ നാസ്തി തതോ ബോധയ ബോധയ. ഇപ്പോൾ ഞാൻ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരമൊന്നു നോക്കാം. ഭക്തി വളരാൻ കലിയുഗം പോലെ യുക്തമായ ഒരു യുഗവും വേറെയില്ല. അത്രയേറെ ശ്രേഷ്ഠമാണ് കലിയുഗം. ആയതിനാൽ വീടുകൾ തോറും നിന്നെ ഞാൻ സ്ഥാപിക്കാം. ഇതുപോലെ ഭക്തി വിളയാടുന്ന യുഗം വേറെയില്ല. വർണ്ണാശ്രമ ധർമ്മങ്ങൾ, സന്ധ്യാവന്ദനം, അഗ്നിഹോത്രം, സത്യം, ധർമ്മം, ദാനം, ശൗചം ആദിയായവ 3 യുഗത്തിലും മുടങ്ങാതെ നടന്നിരുന്നു. കലിയുഗത്തിൽ ഇവയ്ക്ക് ക്ഷയം വന്നു. അപ്പോൾ
പകരമായി ക്ഷേത്രങ്ങൾ, പൂജാദികൾ, അതോടനുബന്ധിച്ച കർമ്മങ്ങൾ എന്നിവ അഭിവൃദ്ധി പ്രാപിച്ചു. ക്ഷേത്രങ്ങളിൽ നാമജപങ്ങളും മഹോത്സവങ്ങളും ഘോഷങ്ങൾ ഭക്തിയെ കലിയുഗത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ്. കലിയുഗത്തിൽ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയത് ഭക്തിയാണ് എന്നിവിടെ ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ നാരദർ ഞാൻ ഭക്തിയെ പരിപോഷിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഭക്തിയെ മുന്നിൽ നിർത്തി അന്യധർമ്മങ്ങളെ തിരസ്കരിച്ച് മഹോത്സവങ്ങൾ നടത്തി ഭക്തി ലോകത്തിൽ പ്രചരിപ്പിച്ചില്ലെങ്കിൽ അന്നു മുതൽ ഞാൻ ഹരിയുടെ ദാസനല്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. മുക്തിയേക്കാൾ ഉയർന്ന സ്ഥാനമാണ് നിനക്കുള്ളത്. ഭക്തിയെ പാടി പുകഴ്ത്തിയപ്പോൾ ഭക്തിയുടെ ദുഃഖവും ദൗർബല്യവും ഒക്കെ മാറി ഉത്കൃഷ്ടയായി. ദുഃഖിക്കുന്ന ഒരാളെ കണ്ടാൽ അവരുടെ കഴിവുകളെയും ശക്തിയെയും ആവശ്യകതയെയും പറഞ്ഞ് ഉത്ബോധിപ്പിച്ച് അവരെ കർമ്മോത്സുകരാക്കണം. കഴിഞ്ഞ ജന്മങ്ങളിൽ പാപം ചെയ്തവർ പോലും കലിയുഗത്തിൽ സ്വൽപ്പം ഭക്തിയോടെ പിറന്ന് ഭക്തിയോടെ ജീവിച്ചാൽ പൂർവപാപങ്ങൾ തീർന്ന് ഭഗവത് പാദത്തിൽ എത്തിച്ചേരും. ഈശ്വരനെ വിചാരിക്കുമ്പോൾ ആനന്ദം നിമിത്തം കണ്ണു നിറയുകയും വാക്കുകൾ ഇടറുകയും മറ്റും ചെയ്താൽ പ്രേമസ്വരൂപിണിയായ ഭക്തി ഹൃദയത്തിൽ പ്രകാശിക്കുന്നു എന്നർത്ഥം. അവരുടെ മനസ്സ്, ബുദ്ധി, ചിത്തം എന്നിവയും ശരീരവും പരിശുദ്ധമായി തന്നെ ഭവിക്കും. അവർ സ്വപ്നത്തിൽ പോലും യമനെ കാണില്ല. അവർക്ക് സ്ഥാനം വൈകുണ്ഠമാണ്. മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ പിശാചുക്കൾ, പ്രേതങ്ങൾ, രാക്ഷസന്മാർ, അസുരന്മാർ തുടങ്ങിയ ദുഷ്ടശക്തികൾ ഒന്നും തന്നെ അവരെ സ്പർശിക്കാൻ ശക്തരായില്ല. തപസ്സുകൊണ്ടോ വേദം ഉച്ചരിച്ചത് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഹരിയെ പ്രാപിക്കാൻ സാധിക്കില്ല. ഈശ്വരനെ ലഭിക്കാൻ ഭക്തി തന്നെ വേണം എന്ന് ഗോപികമാർ നമുക്ക് കാണിച്ചു തരുന്നു. തപസ്സും വേദാധ്യായനവും ധ്യാനവും ഭക്തിയോട് ചേരുമ്പോഴാണ് ശ്രേഷ്ഠമായ സാധനയാകുന്നത്. അനേകായിരം ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ട് മാത്രമേ ഭക്തി ഉണ്ടാകൂ. ഈ പുണ്യം ലഭിക്കാത്തവർക്ക് ഭക്തിയോട് ഇഷ്ടം ഉണ്ടാകില്ല. എത്രയോ ജന്മങ്ങൾ കൊണ്ട് സമ്പാദിച്ച ഭക്തി കൊണ്ട് മാത്രമേ ശ്രീ ഹരിയെ, സാക്ഷാൽ ഈശ്വരനെ മുൻപിൽ കാണാൻ സാധിക്കൂ. ഭക്തിയെ ദ്രോഹിക്കുന്ന പ്രവൃത്തി ആരെങ്കിലും എന്നെങ്കിലും ചെയ്താൽ അവർക്ക് ജീവിതത്തിൽ ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും മനസ്സിനും തളർച്ചയെ ഉണ്ടാവൂ. ഉദാഹരണമായി ഇവിടെ അംബരീഷൻ എന്ന ഭക്തന്റെ കഥ പറയുന്നു. ദുർവാസാവ് മഹർഷി ആ ഭക്തനെ നിന്ദിച്ചു. കൃത്തിക എന്ന ഒരു ഭീകര രൂപിണിയെ ആ ഭക്തനെ ഉപദ്രവിക്കാൻ നിയോഗിച്ചു. ഉടൻ തന്നെ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം അവിടെ പ്രത്യക്ഷപ്പെട്ട് അവളെ ഭസ്മമാക്കി. ദുർവാസാവിനെ സംഹരിക്കാൻ ഒരുങ്ങി. ദുർവാസാവ് ഭയന്ന് വിറച്ച് 3 ലോകത്തിലേക്കും ഓടി. അവസാനം ഒരിടത്തും രക്ഷ കിട്ടാതെ ആ ഭക്തനായ അംബരീഷനെ തന്നെ സമീപിച്ച് സുദർശനത്തിൽ നിന്ന് രക്ഷ നേടി. ഭക്തരെ ദ്രോഹിച്ചാൽ 3 ലോകത്തിലും ദുഃഖം ആണ് ഫലം. വ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ ഏകാദശി, പ്രദോഷം പല ജന്മങ്ങൾ കൊണ്ടേ മോക്ഷം ലഭിക്കുകയുള്ളൂ. തീർത്ഥസ്നാനവും പെട്ടെന്ന് മോക്ഷം തരില്ല. അഷ്ടാംഗയോഗങ്ങൾ അഭ്യസിച്ച് സമാധി അവസ്ഥയിലെത്താൻ ഒരു ജന്മം കൊണ്ട് സാധിച്ചെന്ന് വരില്ല. യാഗങ്ങളും അങ്ങനെ തന്നെ. യജ്ഞത്തിന്റെ ഫലം ഉടൻ ഉണ്ടാകണമെന്നില്ല. ജ്ഞാനവും കാലക്രമേണ മാത്രമേ ലഭിക്കൂ. ഹരിയുടെ കഥകൾ പാടുന്നത് കൊണ്ടുണ്ടാകുന്ന ഭക്തി ഒന്നു തന്നെയാണ്. ഈ ജന്മത്തിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏക മാർഗം. കലിയുഗത്തിൽ ഭക്തി മാത്രമാണ് ഈശ്വരനെ ലഭിക്കാനുള്ള ഏക മാർഗമെന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. സൂതൻ പറയുകയാണ്, ഇങ്ങനെ നാരദമുനി യുക്തിയോടുകൂടി ഉദാഹരണ സഹിതം വ്യക്തമാക്കിയ തന്റെ മഹാത്മ്യം കേട്ട് ഭക്തിയുടെ സർവ അവയവങ്ങളും പുഷ്ടി പ്രാപിച്ചു. അവൾ നാരദമുനിയോട് ഇങ്ങനെ പറഞ്ഞു, ഹേ നാരദമുനെ, അങ്ങ് ധന്യനാണ്. അങ്ങയ്ക്ക് എന്നിൽ ദൃഢമായ പ്രീതിയുണ്ട്. ഒരിക്കലും ഞാൻ അങ്ങയെ വിട്ടു പിരിയുകയില്ല. അങ്ങയുടെ ഉള്ളിൽ ഞാൻ എപ്പോഴും ഉണ്ടാകും. കൃപാലുവായ അങ്ങയാൽ കലിമൂല
മൂലം എനിക്ക് നേരിട്ടിരിക്കുന്ന ഉപദ്രവങ്ങൾ ഒരു നിമിഷം കൊണ്ട് നശിച്ചുവല്ലോ. എന്റെ ഈ പുത്രന്മാർക്ക് ശക്തിയില്ല, തളർന്ന് ബോധം പോലും ഇല്ലാതെ കിടക്കുന്നു. അങ്ങ് അവരെ ഈ മോഹാലസ്യത്തിൽ നിന്ന് ഉണർത്തേണമേ. ഇവിടെ ഭക്തിയുടെ വിലാപമാണ്. ഭക്തിയെ ജനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, ഉള്ളിൽ ഭക്തിഭാവം വരണമെങ്കിൽ അവരിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാകണം. അതായത് ഈശ്വരനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകണം. സാധാരണ ദൈനംദിന സുഖഭോഗങ്ങളോടുള്ള അമിതമായ ആസക്തി മാറുകയും വേണം. ഭക്തിയുടെ നിലനിൽപ്പിന് ഇവ രണ്ടും ആവശ്യമാണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രഭാഷണം പറയാൻ അവസരം നൽകിയ പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുനാഥന്മാർക്കും എന്റെ വിനീതമായ നമസ്കാരം. പാർവതി മോൾ നന്നായിട്ട് പറഞ്ഞു കേട്ടോ, വളരെ നന്നായിരുന്നേ. ബാക്കി നമുക്ക് കഴിയുമ്പോ നോക്കാം. സാന്വിക്കുട്ടി. സൈറാം കുഞ്ഞു ചൊല്ലിക്കോളൂ. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാഭൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരപാണികരണം കുന്ദീസുതാപാരണം ഹേതദ്ഭാഗവതം പുരാണ കഥിതം ശ്രീകൃഷ്ണലീലാമൃതം. ജ്ഞാനപ്പാന കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിൽ മേലപ്പഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സബലമാക്കിയിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിയില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല. നീ കണ്ടതടിക്കൂ വിനാശവും ഇന്ന നേരം വന്നിടും അറിഞ്ഞില്ല. കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 വില കൊണ്ടൊരുത്തനെ തണ്ടിലേതി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മഞ്ഞന്റെ തൊഴിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തീയ ചിലർ കേതുമേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈറാം. അമ്മൂമ്മയുടെ ഒരു ഐസ്ക്രീം മേടിച്ചു തരാൻ പറയണം കേട്ടോ, എന്റെ വക. കുഞ്ഞിനൊരു ഐസ്ക്രീം ഉണ്ട്, അമ്മൂമ്മ മേടിച്ചു തരാൻ പറയണേ. എനിക്ക് അങ്ങോട്ട് വന്ന് മേടിച്ചു തരാൻ നിർത്തിയില്ലല്ലോ, ഇവിടെ വരുമ്പോ തരാവേ. ഇപ്പൊ അമ്മൂമ്മയോട് മേടിച്ചോണ്ട് വരണം കേട്ടോ. ചേട്ടാ. സൈറാം. പാർവതിക്കുട്ടി ഭക്തിയുടെ മഹത്വത്തെ കുറിച്ച് അതിഗംഭീരമായിട്ട് പ്രഭാഷണം നടത്തി. അതുപോലെ തന്നെ ഭാഗവത മഹാത്മ്യത്തിലെ 2-ാം അധ്യായത്തിലെ ഏതാനും വരികൾ ചൊല്ലി അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. കാലോചിതമായിട്ടുള്ള വിഷയമാണ് ഇത്. നമ്മുടെ ഈ ജന്മം രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ശരണാഗതി അടയുക. ഭഗവാനോട് അങ്ങേയറ്റം ഭക്തിപൂർവം നന്ദി പ്രകടിപ്പിക്കുക. ശ്രേഷ്ഠമായ ഒരു ജന്മം തന്നതല്ലേ, നന്ദി വേണ്ടേ നമുക്ക്? അതിനുള്ള ഒരേ ഒരു വഴി ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുക. ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇത് ജീവിതത്തിൽ നേടിത്തരുന്ന സമാധാനവും ശാന്തിയും സുഖവും സന്തോഷവും സർവൈശ്വര്യങ്ങളും അനുഭവിച്ചറിയുക മാത്രമേ നിവൃത്തിയുള്ളൂ. നിങ്ങളെപ്പോലുള്ള കൊച്ചുകുട്ടികള് പരമഭാഗ്യവതികളാണ്. ഈശ്വരനാമം ജപിക്കണമെങ്കിൽ പോലും
പൂർവജന്മാർജിതമായ സുഹൃതം വേണം. അല്ലാതെ നടക്കില്ല. നിങ്ങളുടെ അച്ഛൻ്റെ, അമ്മയുടെ, പൂർവികരുടെയൊക്കെ ആ സുഹൃതം, ആ നല്ല മനസ്സാണ് നിങ്ങളെ കൊണ്ട് ഈ ഭഗവത് നാമം ഇങ്ങനെ ചൊല്ലിക്കാനായിട്ട് പ്രേരണ തരുന്നത് മുഴുവൻ. ഞാനിപ്പം ഇപ്പൊ തന്നെ നാമം ജപിക്കും എന്നെല്ലാം പറഞ്ഞ് വാശി പിടിച്ചാലൊന്നും നടക്കത്തില്ല. ഭഗവാന്റെ നാമം ജപിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം, അല്ലാതെ നടക്കില്ല. അപ്പോ നിങ്ങളെല്ലാം ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല കുട്ടികളാണ്. ഭഗവാനെ അങ്ങേയറ്റം ആശ്രയിക്കുക, നിരുപാധികം ആശ്രയിക്കുക, നന്ദിപൂർവ്വം സ്മരിക്കുക. ശ്രേഷ്ഠമായ ഒരു ജന്മം നിന്നതല്ലേ, അതിന് ഭഗവാനോട് എപ്പോഴും കിടപ്പാടുണ്ടാകണം. അതിനുവേണ്ടി ഈ വയസ്സായ ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞ് ജ്ഞാനപ്പാന് എന്ത് മനോഹരമായത് കേൾക്കാനായിട്ട്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ പാർവതി പറഞ്ഞതിൻ്റെയൊക്കെ സാരമാണ് മോളും പറഞ്ഞത്. ഒരു കാരണവശാലും ഇതിന് ചെലവഴിക്കുന്ന സമയം നിധിയായിട്ട് തന്നെ തോന്നിച്ചു വേണം. യാതൊരു കാരണവശാലും ഉഴപ്പരുത്. മറ്റൊരു കാര്യങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ ശരി, ഇത് വേണം നിർവഹിക്കാനായിട്ട്. ഭഗവാന്റെ അനുഗ്രഹം രണ്ടുപേർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇതിനെല്ലാം നിങ്ങളെ ഈ വഴിക്ക് നയിക്കാനായിട്ട് നിങ്ങളുടെ ഗുരുനാഥൻ എത്രയാ പാടുപെടുന്നതെന്ന് അറിയാമല്ലോ അല്ലേ? അതിനേക്കാൾ ഉപരി നിങ്ങളെ രക്ഷകർത്താക്കൾ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഈ സമയത്ത് സുഖമായിട്ട് ടിവിയുടെ മുമ്പിലോ ഇല്ലെങ്കിൽ പത്രങ്ങൾ വായിച്ചോ ഇല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ട് സമയം ചെലവഴിക്കാൻ സാധിക്കും. എല്ലാം മാറ്റിവെച്ചിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, ഭഗവാന്റെ കഥകൾ പറയാൻ, ഭഗവാന്റെ കഥകളെ പ്രചരിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം സർ, സായിറാം. പാർവതിക്കുട്ടി ഭംഗിയായിട്ട് പറഞ്ഞു കേട്ടോ മോള്. സാറ് പറഞ്ഞത് സത്യമാണ്. അത്രയും നന്നായിട്ട് പാരായണം ചെയ്തു, അതിലും ഭംഗിയായിട്ട് പ്രഭാഷണം ചെയ്തു. ഭക്തി, ഈ കലിയുഗത്തില് ഭക്തിക്കുള്ള ഒരു മഹാത്മ്യം അതാണ്. ശരിക്കു പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് മധുചേട്ടൻ പറഞ്ഞ പോലെ സറണ്ടറിന്റെ പാത്തിലേക്ക് നമ്മൾ തന്നെ പോകും. ഭഗവാന്റെ മുമ്പില് സമർപ്പണം, ശരണാഗതി. നന്നായിട്ട് പറഞ്ഞു കേട്ടോ മോള്. പിന്നെ സാനിക്കുട്ടി അസലായിട്ട് ചെല്ലി കേട്ടോ. സാനിക്കുട്ടി നല്ല സുന്ദരിയായിട്ടുണ്ട്, ക്ലിപ്പൊക്കെ ചൂടി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. സുന്ദരിയായിട്ട് നല്ല ഭംഗിയായിട്ട് ചെല്ലി കേട്ടോ മോള്. ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടുപേരെയും. നമസ്കാരം. രേഷ്ണ, പാർവതി മോളെ നന്നായി പറഞ്ഞു. സ്വാമിയാർ മഠത്തിലെ ഒരു സീനിയർ സ്റ്റുഡന്റ് ആണെന്ന് നല്ല ആ പറയൽ മോളത് നന്നായിട്ട് അവതരിച്ചപ്പോൾ തന്നെ അത് അറിയാനുണ്ട്. അവിടുത്തെ ആ സീനിയോറിറ്റി കിട്ടിയിട്ടുണ്ട്. സാറിന്റെ ആ ട്രെയിനിങ് അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. സൗണ്ട് മോഡുലേഷനൊക്കെ വളരെ നന്നായിരുന്നു. ആ കഥ പറയാനുള്ള ആ ഒരു മോഡുലേഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിരുന്നു. ഭാവിയിലെ വലിയൊരു ആചാര്യയാണ് കാണുന്നത്. മാത്രമല്ല, വളരെ സന്തോഷം തോന്നുന്ന കാര്യം, ഈ ഭാഗവതം ഇനിയും പ്രചരിപ്പിക്കാൻ നിങ്ങളെ പോലെയുള്ള കുട്ടികളെ സാർ വാർത്തെടുക്കുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഭഗവാൻ നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കൊരു നല്ല ഗുരുവിനെ തന്ന്, നല്ല പേരൻസിനെ തന്ന് ഒക്കെ ഭഗവാൻ നിങ്ങളെ എടുത്തിരിക്കുകയാണ്. അപ്പൊ അത് ഇതേപോലെ ജീവിതം മുഴുവൻ കൊണ്ടുപോവുക. ഈ 18,000 ശ്ലോകങ്ങളും പഠിച്ച് ഇതേപോലെ അവതരിപ്പിക്കുവാൻ, പല പല വേദികളിൽ അവതരിപ്പിക്കുവാൻ മോളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ
എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കുഞ്ഞുമോളെ ജ്ഞാനപ്പാന ചൊല്ലിയപ്പോ നാരായണ എന്നുള്ള ആ മഴല പോലും മാറിയിട്ടില്ല. അതാണ് അതിന്റെ സുഖം. നാരായണ എന്ന് പോലും നല്ല മഴലയില് അങ്ങനെ കൊഞ്ചി കൊഞ്ചി പറഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി. മുഴുവൻ പഠിക്കണം, മിടുക്കി കുട്ടിയായിട്ട് സ്വാമിയാർമണത്തിലെ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ ശ്ലോകങ്ങളും പഠിക്കുക, കഥകൾ കേൾക്കുക. അങ്ങനെ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും പറഞ്ഞു കൊടുക്കുക. കൂടെയുള്ള കൂട്ടുകാരെയൊക്കെ ഇതിലേക്ക് നയിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കർത്തവ്യം. വളരെ നന്നായി. ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. സാറിന് വലിയൊരു നമസ്കാരം. ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയതിന് നിങ്ങളൊക്കെ വളരെ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഭഗവാൻ അദ്ദേഹത്തിന് നല്ല കുടുംബത്തിനുമൊക്കെ നല്ല ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കുവാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ. നമസ്കാരം. സായിറാം. സായിറാം. ആദ്യം തന്നെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സാറിന്റെ എന്ന് പറയുന്ന മതിച്ചേട്ടന്റെ കാലിൽ നമസ്കരിക്കുന്നു. എന്ത് പറയാനാ, പിള്ളേർ ഇത്രയും സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കാൻ അറിയില്ല. ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, എനിക്കത് കേട്ടപ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന മാതിരി ഭക്തിയുടെ ആ മാഹാത്മ്യം പറഞ്ഞ് നമ്മൾ മനുസ്മൃതിയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് മോക്ഷസാധന യോഗത്തില് ഏറ്റവും ഗരീയസ, അതായത് പ്രാധാന്യം അർഹിക്കുന്നത് ഭക്തിയാണെന്നുള്ളത് നമ്മുടെ മനുസ്മൃതിയിൽ നമ്മൾ ഒരു സെന്റൻസ് അതിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ ഓർത്തു പോയത്. മോളുടെ ആ നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നന്നായിരുന്നു മോള്. പിന്നെ ഭഗവാൻ രണ്ടുപേരെയും അതുമാതിരി സാൻവിക്കുട്ടിയും കുറച്ച് പറഞ്ഞെങ്കിലും കാണാതെ പറഞ്ഞത് കൊണ്ട് ഭയങ്കര സന്തോഷം. മോള് ഇത് മുഴുവൻ കാണാതെ പഠിക്കുന്നുള്ളത് ഇതിന്ന് മനസ്സിലാവുന്നുണ്ട്. വളരെ നന്നായിരുന്നു മോള് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ദൈവം രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സായിരാം. അപ്പോ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ പാർവതി ഒരുപാട് തിരക്കിലായിരുന്നു. പരീക്ഷയും പിന്നെ കലോത്സവത്തിന് പാർവതിയും തീർത്ഥയൊക്കെ അടങ്ങിയ ഒരു ടീം. ഡാൻസിന് ഭയങ്കര പ്രാക്ടീസും സമ്മാനമൊക്കെ കിട്ടിയവർക്ക്. അവർക്ക് A ഗ്രേഡ് കിട്ടി, അതിന്റെ മാർക്ക് കിട്ടും. ഒരുപാട് കുഞ്ഞ് പലപ്പോഴും വീട്ടിലേക്ക് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് രാത്രി 8:30 മണി 9 മണിക്കൊക്കെ കുഞ്ഞ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ തിരക്കിനിടയിലും ഇതിന് സമയം കണ്ടെത്തി തന്നെത്താൻ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് സ്വന്തം വർക്ക് നന്നായിട്ട് ചെയ്തൊരു കുട്ടിയാണ്. എനിക്കത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇതിനകത്തേക്ക് പരിശ്രമിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക, അതിന്റെ ഫലം ഇന്ന് കാണുകയും ചെയ്തു. വളരെ സുന്ദരമായിട്ടുള്ള ആലാപനവും സുന്ദരമായിട്ടുള്ള കഥ പറച്ചിലും. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നുമില്ല, മോള് തന്നെത്താൻ പ്രിപ്പയർഡ് ആയതാണ്. മാറ്റർ കൊടുക്കും, പക്ഷേ അവതരണ ശൈലിയൊക്കെ ഓരോരുത്തരും അവനവന്റെ ശൈലിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മുടെ ഒരു അഭിമാനമാണ് കുഞ്ഞ്. ഭഗവാൻ കുഞ്ഞിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, ഒരു സംശയമില്ല. സാൻവിക്കുട്ടി അതേമാതിരി എത്ര ആ ഒരു എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ അടുത്ത് ചെന്നിരിക്കാനാണ് തോന്നിയ കുഞ്ഞിന്റെ. അത്രയും സുന്ദരമായിട്ടുള്ള ഒരു പറച്ചിലുണ്ടല്ലോ, നമ്മളറിയാതെ തന്നെ നമുക്ക് അതിനോടൊരു ഇഷ്ടം എന്ന് നമ്മളെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ തോന്നുന്നൊരവസ്ഥ ഭഗവാൻ തരുന്ന മഹാഭാഗ്യങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെ, ആരും മോശമല്ല, എല്ലാവരും. എന്തൊരു സന്തോഷമാണ്. എൻ്റെ വൈകുന്നേരങ്ങളിൽ ആണ് ഏറ്റവും സന്തോഷം. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഏറ്റവും സന്തോഷമുള്ള ദിവസം, ഓരോ ദിവസത്തിലും സമയം. കാരണം ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യം ഭഗവാൻ തന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെയും എല്ലാ ദിവസവും എല്ലാ കുഞ്ഞുങ്ങളും ഇതിനകത്ത് വരണം. എല്ലാവരും ഇതുപോലെ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ചൊല്ലണം. അപ്പോൾ എല്ലാ വലിയ ആൾക്കാരുടെയും അനുഗ്രഹം കിട്ടും. ടീച്ചറൊക്കെ എന്തുമാത്രം അനുഗ്രഹിക്കുന്നത്, എത്ര സന്ധ്യാപ്രഭു അവനെ അനുഗ്രഹിക്കുന്നു, വിശാലമായി അനുഗ്രഹിക്കുന്നു, മതിച്ചേട്ടൻ അനുഗ്രഹിക്കുന്നു, സരോജൻ ടീച്ചർ അനുഗ്രഹിക്കുന്നു. ഇത് കൂടാതെ പറയാൻ പറ്റാതെ എത്രയോ പേര് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് ഐശ്വര്യപൂർണമാക്കും. ഒരു സംശയം വേണ്ട, സമാധാനപരവുമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് കിട്ടും. ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു സ്വാമിയോട്. എല്ലാവർക്കും നമസ്കാരം. നാളത്തെ പ്രോഗ്രാം, നാളെ 9-ാം ദിവസം ശ്ലോകം അധ്യായം 2-ലെ ശ്ലോകം 25 മുതൽ 36 വരെ അഭിരാം ആണ് അവതരിപ്പിക്കുക. അതിനുശേഷം സൂര്യനാരായണൻ തമ്പി
ജ്ഞാനപ്പാനയുടെ ഏകശ്ലോക ഭാഗവതവും ചൊല്ലുന്നതായിരിക്കും. എല്ലാവരും ഇന്നത്തെ പോലെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എല്ലാവരും എത്തുക. ഇനിയും കൂടുതൽ ആൾക്കാരോട് ഈ വിവരങ്ങൾ അറിയിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും മുടങ്ങരുത്. എല്ലാവരും തന്നെ കയറുകയും വേണം. എല്ലാവരും പരസ്പരം നിങ്ങൾ തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടാകണം. നല്ല കുട്ടികൾ തമ്മിലുള്ള കൂട്ടായ്മയല്ലേ ഉണ്ടാവണ്ടേ? അതിനെല്ലാവരും ശ്രമിക്കണം കേട്ടോ. എല്ലാവരും പരസ്പരം എൻകറേജ് ചെയ്യുക. എല്ലാവർക്കും സായിറാം. നമുക്ക് വീണ്ടും നാളെ കാണാം. സായിറാം.